അനുമതിയിലേക്ക് വരാം. മുൻ MLA CP മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ CP മുഹമ്മദ്, ഈ വിഷയത്തിൽ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം ലീഗ് വീണ്ടും ഉന്നയിക്കുകയാണ്. ലീഗിന്റെ ഒരു പൊതുനിലപാട് ആയിട്ട് അത് അവർ ഏറ്റെടുക്കുമ്പോൾ അതിനപ്പുറം എന്തായാലും തിരൂർ MLA അടക്കമുള്ളത് ഒരു പരസ്യമാക്കിയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ജില്ലാ വിഭജനം എന്നത് ആ ജില്ലയുടെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ വികസനം വരുത്തുന്നതിന് വഴി വെക്കുമോ? താങ്കൾ മുമ്പ് സമാനമായ വിഷയങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണല്ലോ. ഞാൻ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിച്ചതാണ്. മലപ്പുറം ജില്ലയുടെ പുനർവിഭജനം അല്ല വേണ്ടത്, ജില്ലകളുടെ മൊത്തം പുനർവിഭജന വേണ്ടത്. കേരളത്തിലെ കാസർഗോഡ് 5 നിയോജക മണ്ഡലങ്ങളാണ്, വയനാട് 3 നിയോജക മണ്ഡലമാണ്, ഇടുക്കിയിൽ 5 നിയോജക മണ്ഡലമാണ്. അതേസമയത്ത് മലപ്പുറത്ത് 16ഉം പാലക്കാട് 12ഉം കോഴിക്കോടും ഒക്കെ ജില്ലകൾ കൂടുതലാണ്. അതുകൊണ്ട് പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും കൂടിച്ചേർത്ത് ഒരു പുതിയ ജില്ല കൊണ്ടുവരലാണ് അതിന്റെ ന്യായം. വള്ളുവനാട് പഴയ പാലക്കാട് ജില്ലയിലായിരുന്നു പൊന്നാനി അടക്കമുള്ള പെരിന്തൽമണ്ണ, മങ്കട അടക്കമുള്ള പ്രദേശങ്ങൾ. മലപ്പുറം വന്നപ്പോൾ അങ്ങോട്ട് കൂട്ടിച്ചേർത്തതാണ്. ഇപ്പൊ മലപ്പുറം ജില്ല 2ആയി വിഭജിക്കണം എന്ന് പറയുന്നത് തന്നെ അതൊരു ദുരുദ്ദേശപരമാണെന്നാണ് ഞാൻ കരുതുന്നത്. വള്ളുവനാട് ജില്ല രൂപവൽക്കരിച്ച് പെരിന്തൽമണ്ണ, പട്ടാമ്പി, ഒറ്റപ്പാലം, അതുപോലെ പൊന്നാനി, തവന്നൂര് അടക്കമുള്ള ഒരു ജില്ല രൂപവൽക്കരിക്കലാണ് അതിന്റെ ന്യായം. അത് വേണമെന്നാണ് ഞാൻ അന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. ഇതിനോട് ശ്രീരാമകൃഷ്ണൻ യോജിച്ചു. ഞങ്ങൾ രണ്ടുപേരും അതിന്റെ ശ്രമം തുടങ്ങിയതായിരുന്നു. പിന്നീട് അതിനെപ്പറ്റി ഒരനക്കവും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ജില്ല വിഭജിക്കുകയാണെങ്കിൽ അതിൽ ന്യായം വള്ളുവനാട് ജില്ല രൂപവൽക്കരിക്കലാണ്. അതിനോടെ യോജിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഈ വള്ളുവനാട് ജില്ല അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നത് 2 ജില്ലയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് 2 അല്ലെങ്കിൽ 2 ജില്ല രൂപവൽക്കരിക്കുക. അപ്പൊ പാലക്കാടും ഒരു 8-9 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ വരും. മലപ്പുറത്തൊന്നും ഒരു 5-6 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ വരും. ശരി, ഇപ്പോൾ ന്യായം. അതെ, ഈ മലപ്പുറം ജില്ല മാത്രം വിഭജിക്കണം. ഇപ്പോൾ തിരൂർ കേന്ദ്രമായി തിരൂരങ്ങാടി താലൂക്ക് അടക്കം മലപ്പുറം ജില്ല മാത്രം വിഭജിക്കണം എന്ന് പറയുന്നത് തന്നെ ശരിയായ ഒരു ആവശ്യമല്ല. മലപ്പുറം ജില്ല മാത്രമല്ല, മലപ്പുറം, പാലക്കാടും കോഴിക്കോടും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു പുനഃസംവിധാനമാണ് വേണ്ടത്. ഓക്കെ, ഇപ്പം ഒരു ലീഗ് MLA ആണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ആധിപത്യമുള്ള ഒരു പ്രദേശമായ ഒരു ജില്ല മാറുന്നു എന്നൊരവസ്ഥ ഉണ്ടാക്കില്ലേ? അതുകൊണ്ട് കൂടിയാണോ ആ ജില്ല മാത്രം വിഭജിക്കണമെന്ന ആവശ്യത്തെ താങ്കൾ എതിർക്കുന്നത്? അല്ല, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കാനാണ് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായി സൗകര്യമുള്ളതും നീതിപരവുമായ വിഭജനം വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ പത്തനംതിട്ട ജില്ലാ രൂപീകരണമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഉള്ള അനുഭവം. അവിടെ കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ, കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അന്ന് ഉണ്ടായത്. ഏതെങ്കിലും ഒരു ജില്ലയുടെ വിഭജനം മാത്രമല്ല അന്ന് സംഭവിച്ചത്. അതെ, മലപ്പുറം ജില്ല പോലും കോഴിക്കോട് ജില്ലയും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രദേശങ്ങൾ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയത്. പിന്നെ മലപ്പുറത്തുനിന്ന് മാത്രമായിട്ടൊരു ജില്ല എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ താങ്കൾ ആദ്യം ഉന്നയിച്ച ഒരു കണക്ക് അത് പ്രസക്തമാണെന്ന് തോന്നുന്നു. ഉദാഹരണം, ഇപ്പോൾ വയനാട് ജില്ലയിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം, ജില്ലയ്ക്ക് ഒരുപക്ഷെ വലിപ്പം ഉണ്ടാവാം, ഭൂമിശാസ്ത്രപരമായി വലിപ്പം ഉണ്ടാവുമെങ്കിൽ കൂടി ജനസംഖ്യ കുറവാണ്. ഇടുക്കിയിലേക്ക് പോകുമ്പോഴും സമാനമായൊരു ചിത്രമുണ്ട്. ഇങ്ങനെ ചില ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഇത് 140 നിയോജക മണ്ഡലങ്ങളെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ജില്ലകളുടെ പൂർണ്ണമായ പുനർവിഭജനം ഈ ആവശ്യത്തിൽ ഉന്നയിക്കാൻ അതൊരു പ്രസക്തമായ ആവശ്യമാണോ? അത് പ്രസക്തമാണല്ലോ. എന്തുകൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യ രാജ്യം തന്നെ സംസ്ഥാനങ്ങളായി വിഭജിച്ചതിന് ശേഷം പിന്നെ വലിയ സംസ്ഥാനങ്ങള് വിഭജിച്ച് പുതിയതാണല്ലോ വന്നത്. അത് ഭൂമിശാസ്ത്രപരമായി വലിയ വിസ്തീർണമുള്ളതും ജനസംഖ്യ കൂടിയതുമായ പ്രദേശങ്ങൾ വിഭജിച്ചാലല്ലേ ജനങ്ങൾക്ക് അത് സൗകര്യപ്രദമാവുള്ളൂ. കേൾക്കുന്നുണ്ട്. നിലവിലെ കേരള സാഹചര്യത്തിൽ ഇത് എത്ര കണ്ട് സാധ്യമാണ്? കാരണം വലിയ സാമ്പത്തിക ചെലവ്, ഒരു പുതിയ ജില്ലാ ആസ്ഥാനം രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ചെലവ് കൂടിയാണ് സർക്കാരിന്. കൂടുതൽ ജില്ലകളൊന്നും ആവശ്യമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. 2-3 ജില്ലകൾ കൂട്ടി ഒരു ഭൂമിശാസ്ത്രപരമായി ഇതും ജനങ്ങൾക്ക് സൗകര്യപ്രദവുമായ രീതിയിൽ അത് വിഭജിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ജില്ല വിഭജിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.
ഇതിപ്പം താങ്കളും നേരത്തെ പി ശ്രീരാമകൃഷ്ണനും ഒക്കെ ഉന്നയിച്ച ആവശ്യമാണെന്ന് പറയുന്നു. ഈ ആവശ്യം ഇപ്പോൾ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം വള്ളുവനാട് കേന്ദ്രീകരിച്ചൊരു പുതിയ ജില്ല എന്ന തരത്തിലേക്ക് മാറി വരാനുള്ള സാധ്യത എത്രമാത്രമാണ്? ഇതിലൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അഭിപ്രായ ഐക്യം രൂപപ്പെടുമോ? ഈ വള്ളുവനാടിന്റെ ഞാൻ പറയുന്നത് അതിനൊരു സാംസ്കാരികപരമായ ഐക്യരൂപമുണ്ട്. വള്ളുവനാടൻ ഭാഷ, വള്ളുവനാടൻ സംസ്കാരം, അതിന്റെയൊക്കെ ഭാഗം. വള്ളുവനാട് താലൂക്കിന്റെ പഴയ തലസ്ഥാനം തന്നെ പെരിന്തൽമണ്ണയായിരുന്നു, അങ്ങാടിപ്പുറം. അപ്പം ഭാഷ കൊണ്ട്, വേഷം കൊണ്ട്, ജീവിത രീതി കൊണ്ട്, ജാതി മതഭേദമന്യേ ഒരേ സംസ്കാരമുള്ള പ്രദേശമാണ് ഞാൻ ഈ പറഞ്ഞ വള്ളുവനാടൻ പ്രദേശം. പാലക്കാട് ജില്ല രൂപവൽക്കരിച്ചപ്പോ പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ തമിഴ് സംസ്കാരമായിരുന്നു കൂടുതൽ. മലപ്പുറം ജില്ല വന്നപ്പോ പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ വള്ളുവനാടൻ പ്രദേശങ്ങളിൽ പെരിന്തൽമണ്ണ, പൊന്നാനി അടക്കമുള്ള പ്രദേശങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് പോവുകയാണ് ചെയ്തത്. ആ ജില്ല മാത്രമായിട്ട് വിഭജിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ മലപ്പുറം ജില്ല രൂപവൽക്കരിച്ചത്. കോഴിക്കോട്ടുനിന്നും പാലക്കാട്ടുനിന്നും എടുത്തതല്ലേ. ആ മലപ്പുറം ജില്ല മാത്രമായിട്ട് വിഭജിക്കണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താ? അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ ലീഗ് കാണുന്നുണ്ടാവാം ഒരു പക്ഷേ. അതിനെ ഒരു പുനഃസംഘടനാ കമ്മീഷനെ വെച്ച് നിഷ്പക്ഷമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടു. ഇപ്പോൾ മുസ്ലിം ലീഗിന് പുറമെ ഇത് SDPI പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒന്നാമത് ഈ തിരൂര് ആസ്ഥാനമായി ജില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? തിരൂരും മലപ്പുറം കൂടി എത്ര കിലോമീറ്റർ ദൂരമുള്ളൂ? ശ്രീ CP മുഹമ്മദ്, ഈ ലീഗിന് പുറമെ ഈ ആവശ്യം ഉന്നയിക്കുന്നത് SDPI പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ ആവശ്യത്തിൽ മറ്റു ചില രീതിയിൽ, അതായത് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി, മുസ്ലിം സ്വഭാവമുള്ള, ന്യൂനപക്ഷ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ഈ ആവശ്യം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു തരത്തിലേക്ക് അവർക്ക് അനുകൂലമായി തന്നെ ആ ജില്ലകളുടെ സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ്. മുസ്ലിമോ ഹിന്ദു ഒന്നുമല്ല പ്രശ്നം. ഒരു സാംസ്കാരികമായി ജീവിത രീതി കൊണ്ട്, ഭാഷ കൊണ്ട് എല്ലാം ഒരു ഐക്യരൂപമുള്ള ജനങ്ങൾക്ക് ഒരു ജില്ലയുടെ ഒരറ്റത്തു നിന്ന് ജില്ലാ ആസ്ഥാനത്തേക്ക് ഏതാണ്ട് തുല്യ ദൂരം കണക്കാക്കി അങ്ങനെയൊക്കെയാണ് ജില്ല വിഭജിക്കേണ്ടത്. അതിലെ ജാതി മതം ഒന്നും നോക്കുന്നതിൽ ഒരർത്ഥമില്ല. വളരെ നന്ദി CP മുഹമ്മദ് പ്രതികരിച്ചു. എന്തായാലും വള്ളുവനാട് കേന്ദ്രീകരിച്ച് പുതിയ ജില്ലയാണ് വേണ്ടത്. മറിച്ച് ഈ മലപ്പുറം ജില്ലാ രൂപീകരണം, മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യത്തിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങൾ എന്നതാണ് CP മുഹമ്മദ്. കോൺഗ്രസിന്റെ നിലപാട് കൂടിയായത് മാറുകയാണ്.